എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഏറ്റവും തിന്നായിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ എടുക്കുന്നത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. നല്ല തരിയുള്ളതാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് ചേർത്തോളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് 2 കപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നീട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ ആക്കിയതിന് ശേഷം ലാസ്റ്റ് 1 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയതിന് ശേഷം ലാസ്റ്റത്തെ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ നാരങ്ങാ നീരും പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഏറ്റവും ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി ചേർത്ത് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ചട്നിയാണ് ഈ ദോശയുടെ കൂടെ കഴിക്കാൻ. ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു ഇത്തിരി എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നീട് മാവ് ഇതേപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഇതേപോലെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ദോശ ഒന്ന് വെന്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് അതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ദോശ മൊരിഞ്ഞു വരുന്ന സമയത്ത് അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ദോശയുടെ കൂടെ സൈഡായിട്ട് ചട്നി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.